ശരിക്കും പറഞ്ഞാൽ സിദ്ധു എൻ്റെ ബർത്ത്ഡേ മറന്നു പോയിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതിയത്. സിദ്ധു ഓർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സിദ്ധുവിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ബർത്ത്ഡേയുടെ കാര്യം മെൻഷൻ ചെയ്തിട്ടുമില്ല. ഒരു വർക്ക് കഴിഞ്ഞ് വീട്ടിലോട്ട് എത്തുന്ന എന്നെ സിദ്ധു ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് ശരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സിദ്ധുവിൻ്റെ വിഷും ഇതിൻ്റെ പ്രിപ്പറേഷനൊക്കെ എന്നെ ഭയങ്കര ഹാപ്പിയാക്കി. സിദ്ധുവിനെ പേടിപ്പിച്ചല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു ഞാൻ. കാരണം ഞാൻ ഒരിക്കലും സിദ്ധു ഓർക്കില്ല എന്ന് വിചാരിച്ചു. കാരണം സിദ്ധു എന്നോട് മെൻഷൻ ചെയ്തിട്ടും ഇല്ല. ഓർക്കില്ല എന്നൊരു വിചാരിച്ച കാര്യത്തിന് വേണ്ടിയിട്ട് സിദ്ധു ഇത്രയും എഫേർട്ട് ഇട്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. പിന്നെ കേക്ക് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ക്യാൻഡിൽ ഊതിക്കെടുത്തിയത്. സോ അതങ്ങ് ഇഗ്നോർ ചെയ്യുക. സിദ്ധു ശരിക്കും 2-3 പാക്കറ്റിൽ 2-3 ഗിഫ്റ്റ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാം ഞാൻ കറക്റ്റായിട്ട് ഗസ് ചെയ്യുന്നുണ്ടായി. ഏറ്റവും അറിയാന്നുള്ള ആർക്ക് എനിക്ക് എൻ്റെ ഫേസിൻ്റെ എക്സ്പ്രഷൻസ് ഒക്കെ കാണാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്ര ഹാപ്പിയാണെന്ന്. ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഗിഫ്റ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ.